ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മൂന്നാം വരവിനായി മലയാളികൾ ആകാംക്ഷയോടാണ് കാത്തിരുന്നത്. 2013 പുറത്തുവന്ന ദൃശ്യം മലയാള സിനിമയുടെ മുഴുവൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ് തകർത്തെറിഞ്ഞത്. ഇപ്പോഴിതാ ദൃശ്യം 3 തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം മികച്ച ദൃശ്യാനുഭവമായി മാറിയെന്നാണ് ക്ലൈമാക്സിന് ശേഷം തിയേറ്ററിൽ പ്രേക്ഷക കയ്യടികളുടെ തെളിവാണ്. ദൃശ്യം നിരസിച്ചതിന് മമ്മൂട്ടിക്ക് തീരാ നഷ്ടമാണെന്ന് പറയുകയാണ് വീണ്ടും സോഷ്യൽ മീഡിയ. എന്നാൽ ദൃശ്യം മമ്മൂട്ടി നിരസിച്ചതിന് പിന്നിലെ കാരണം ജിത്ത് വ്യക്തമാക്കുന്ന അഭിമുഖവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു. മറ്റു പല കമ്മിറ്റ്മെൻസും കൊണ്ടാണ് മമ്മൂട്ടി സിനിമ നിരസിച്ചതെന്നും എന്നാൽ മമ്മൂട്ടിക്ക് സിനിമ വളരെ ഇഷ്ടമായിരുന്നു എന്നും ജിത്തു പറഞ്ഞു. മീനയോട് സിനിമയിലെ വേഷം ചെയ്യാൻ പറഞ്ഞതും പിന്നിലും മമ്മൂട്ടിയാണെന്ന് ജിത്തു പറഞ്ഞിരുന്നു. ദൃശ്യത്തിൻ്റെ കാസ്റ്റിങ്ങിനെക്കുറിച്ച് ക്യാരവാനിൽ വിളിച്ചിരുത്തി മമ്മൂക്ക തന്നോട് സംസാരിച്ചിരുന്നു എന്നും ജിത്തു പറഞ്ഞു. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടാതിരുന്ന കഥയല്ല ദൃശ്യം. കുറേ പ്രോജക്റ്റുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്നു. ഞാൻ ഈ കഥ ചെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു ഗംഭീര കഥയാണ് ഇതെന്ന്. പക്ഷേ ജിത്തു, എനിക്കൊരു പ്രശ്നം. ഫാമിലിയും അച്ഛനുമൊക്കെ കടന്നു വരുന്ന 4-5 സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇത് ചെയ്തില്ലെങ്കിൽ 1 1/2 2 വർഷം കഴിഞ്ഞേ പറ്റൂ. അത് എല്ലാ ആർട്ടിസ്റ്റും ചെയ്യുന്നതാണ്. ഒരേ പാറ്റേണിലുള്ള സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യില്ല, ഗ്യാപ്പിട്ടേ ചെയ്യൂ. ഒന്നെങ്കിൽ ജിത്തു അതുവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു ഉഗ്രൻ കഥയാണെന്ന് പറഞ്ഞു. പിന്നീട് ലാലേട്ടനുമായി സംസാരിച്ച് പ്രോജക്റ്റുമായി നീങ്ങി. മീനയുമായിട്ട് സംസാരിക്കാനായിട്ട് മമ്മൂക്കയുടെ ഒരു സെറ്റിലാണ് പോയത്. ഇത് ചെയ്യേണ്ട സിനിമയാണെന്ന് മമ്മൂക്ക മീനയോട് പറഞ്ഞു. അതിലെ പോലീസുകാരനെ ആരാണ് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ഷാജുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൊള്ളാം, അവൻ ചെയ്താൽ നന്നാവുമെന്ന് പറഞ്ഞു. ദൃശ്യത്തിൻ്റെ കാസ്റ്റിങ്ങിനെക്കുറിച്ച് ക്യാരവാനിൽ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു നല്ല സിനിമയായി വരണമെന്ന് അദ്ദേഹം കുറേ ആഗ്രഹിച്ചു എന്ന് ജിത്തു ജോസഫ് പറഞ്ഞു.